ഒടിയങ്കം സിനിമയിലെ പച്ചൈ വയൽ ഏലോലോ എന്ന ഗാനം ആലപിച്ച് വൈറലായിരിക്കുകയാണ് തിരൂർ സ്വദേശിനിയായ പ്രജിനി എന്ന വീട്ടമ്മ. ഭർത്താവ് സതീശൻ പാട്ടുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് പ്രജിനിയുടെ ഗാനമാധുര്യം ലോകമറിഞ്ഞത്. നക്ഷത്ര കിന്നരന്മാർ വീരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു. തിരൂർ തണ്ടേണ്ടാട്ടിൽ സതീശന്റെ ഭാര്യ പ്രജിനി എന്ന വീട്ടമ്മയാണ് ഒടിയങ്കം സിനിമയിലെ ഒറ്റപ്പാട്ടിലൂടെ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. സംഗീത അധ്യാപിക ആകണമെന്ന ആഗ്രഹത്തോടെ ചെറുപ്പത്തിൽ തന്നെ പാട്ടുകൾ ശാസ്ത്രീയമായി പഠിച്ചെങ്കിലും ജീവിത സാഹചര്യം മൂലം ആ ആഗ്രഹം സഫലീകരിക്കാനായില്ല. ചെറുപ്രായത്തിൽ എരവിമംഗലത്തെ വീട്ടിലൂടെ പാട്ടുപാടി നടന്ന പ്രജിനിയുടെ പാടാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞ പൂച്ചട്ടി സ്കൂളിലെ പാട്ട് ടീച്ചറാണ് ഫീസ് ഒന്നും വാങ്ങാതെ പഠിപ്പിച്ചത്. പ്രജിനിയുടെ അച്ഛൻ പ്രഭാകരനും നല്ല പാട്ടുകാരനായിരുന്നു. ഇതിനിടയിൽ സതീശന് വിവാഹം കഴിച്ച് തിരൂരിലെത്തിയെങ്കിലും അവിടുത്തെ ജീവിത സാഹചര്യവും പ്രജിനിക്ക് അനുകൂലമായിരുന്നില്ല. പാട്ടുമോഹം ഉപേക്ഷിച്ച് കുടുംബവും പ്രാരാബ്ദവുമായി കഴിയുന്നതിനിടെ വീട്ടിലെ ജോലി സമയങ്ങളിലും ഒഴിവു സമയങ്ങളിലും പ്രജിനി പാട്ടുകൾ പാടുമായിരുന്നു. ഇത് അവരറിയാതെ തന്നെ ഭർത്താവ് സതീശൻ റെക്കോർഡ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക പതിവായിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഒടിയങ്കം സിനിമയിലെ അണിയറ പ്രവർത്തകരാണ് വീട്ടിലെത്തി പ്രജിനിക്ക് സിനിമയിൽ പാടാൻ അവസരമൊരുക്കിയത്. സിനിമയിൽ വളരെ ഭയത്തോടെയാണ് പാട്ട് പാടാൻ പോയതെന്ന് പ്രജിനി പറയുന്നു. സതീശേട്ടൻ കുറെ നിർബന്ധിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഇടയ്ക്കൊക്കെ പാടുമ്പോഴാണ് സതീശേട്ടൻ അത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങനെ എല്ലാവരും കേട്ടിട്ട്, അങ്ങനെ സംവിധായകൻ സുനിൽ സുബ്രഹ്മണ്യം കേട്ടിട്ടാണ് ആൾ പിന്നെ വീട്ടിൽ വന്ന് സിനിമയുണ്ട് ഇങ്ങനെ ഒരു പാട്ട് ചേച്ചി പാടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ ചെന്ന് പാടിയതും. പിന്നെ ആദ്യം ഒരു സിനിമയിൽ പാടി, അത് പിന്നെ സിനിമ അങ്ങനെ അത്രയും ഇതൊന്നും ആയില്ല. പിന്നെയാണ് ഒടിയങ്കത്തിൽ വന്നത്. അതിപ്പോൾ റിജോഷ് മ്യൂസിക് ഡയറക്ടർ റിജോഷിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഒന്ന് പാടിയത്. സ്റ്റുഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. പാടി കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. എന്തായാലും എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണോ ഇത് പാടിയെന്ന് എനിക്ക് തോന്നി. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും പ്രജിനിയുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് വീട്ടിൽ പാടുന്ന പാട്ടുകൾ അവർ അറിയാതെ റെക്കോർഡ് ചെയ്ത് FBയിലിട്ടതെന്നും ഭർത്താവ് സതീശൻ പറഞ്ഞു. പഠിച്ച സംഗീതം അതവിടെ എന്താ പറയുക, ഒന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് തന്നെ അവളോട് പറയും ഒരു പാട്ട് പാടുന്നൊക്കെ പറയും വലിയൊരു ആഗ്രഹമുള്ളതായിരുന്നു. പക്ഷെ അത് വിധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ എൻ്റെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നിർബന്ധിച്ച് ഒന്ന് പാടുന്ന് പറയും. അങ്ങനെ അവളറിയാതെ ചില ഷോട്ടുകൾ എടുക്കും, ചില മൊബൈലിലെടുത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടു. അതിട്ട് അങ്ങനെ പുറലോകമൊക്കെ അറിഞ്ഞു. എൻ്റെ ഭാര്യ ഒരു ഗായികയാണ്. എനിക്കും സന്തോഷം. എന്താണെങ്കിൽ അവളുടെ ഉള്ളിൽ കിടക്കുന്ന ആ സംഗീതം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് എനിക്കും സന്തോഷം. അപ്പോൾ അങ്ങനെ നല്ല ഇപ്പം എല്ലാവരും ആ സംഗീതം ആസ്വദിച്ച ലെവലിലാണ്. ഞാനും എൻ്റെ കുടുംബം ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. പ്രജിനിയുടെ 10ൽ പഠിക്കുന്ന മകൻ ദേവദത്തിനും 2ൽ പഠിക്കുന്ന മകൻ ദേവദർശനും അമ്മയെ പോലെ പാട്ടുകാരാണ്. പാട്ട് വൈറലായതോടെ പൊതുവേദികളിലും വീട്ടിലും നിരവധി പേരാണ് ആദരവുമായി എത്തുന്നത്. ശാന്തമാ TCV ന്യൂസ്, തൃശ്ശൂർ.